യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഷൂപാസ്റ്റർ വായിച്ചാട്ടെ. യോഹന്നാൻ 1 മുതൽ 3 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. മിസ്റ്റിക്കൽ ഗോസ്പൽ എന്ന് അറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന് യേശു തമ്പുരാന്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ശരിയാവണ്ണം സംഗ്രഹിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളുടെ കലവറ അതിനകത്തുണ്ട്. ആ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം തന്നെ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റു സുവിശേഷങ്ങളെല്ലാം വംശാവലി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇന്നാരിന്നാരെ ജനിപ്പിച്ചു, ഇന്നാരിന്നാരെ ജനിപ്പിച്ചു. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനൊന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായും യേശു ക്രിസ്തു തന്നെയാണ് വചനമായ ദൈവം എന്ന വെളിപ്പാട് ഹല്ലേലൂയ കാത്തിരിക്കുന്ന സഭയ്ക്ക് നൽകുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നൽകുന്ന സുവിശേഷമാണ്, അല്ലെങ്കിൽ ദൈവമെന്ന വെളിപ്പാട്, യേശു തമ്പുരാൻ തന്നെ വചനമായ ദൈവം എന്നുള്ള വെളിപ്പാട് നൽകുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. ആരംഭം മുതലേ ഉള്ളവനാണ്. നമുക്കറിയാം, യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശ്രേഷ്ഠനെന്ന് കണക്കാക്കുന്ന ദാവീദ് എന്ന മഹാരാജാവ്, ആ രാജാവ് പോലും എന്നെ വിളിച്ചത് എന്താണ്? യജമാനൻ എന്നാണ് വിളിച്ചത്. അപ്പൊ അവിടെ നിന്ന് യഹൂദന്മാർ എന്തു പറഞ്ഞു? ഇവന് എത്ര വയസ്സുണ്ട്? ദാവീദ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് കിങ് അല്ലെങ്കിൽ എംപറർ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. രാജാവെന്നെ പറയാൻ പറ്റത്തുള്ളൂ, ചക്രവർത്തി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് രാജ്യങ്ങളുടെ അധിപൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ യഹൂദന്മാരുടെ രാജാവായിരുന്നു, ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച, ഞങ്ങളുടെ എല്ലാം കണ്ണിനുണ്ണിയായ ദാവീദ് ഇവനെ കയറി യജമാനൻ എന്ന് വിളിച്ചെന്നു. ഇവനെ അറിയാം, ഇവന്റെ അമ്മനെ അറിയാം, ഇവന്റെ അമ്മയെ അറിയാം, ഇവന്റെ സഹോദരനെ ഒക്കെ നമുക്കിവിടെ അറിയാം, അല്ലേ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലാഞ്ഞ യഹൂദന്മാർ കുനിഞ്ഞ് കല്ലെടുത്തു യേശുവിനെ എറിയാൻ. അവർ നൂർന്നപ്പോൾ യേശുവിനെ അവിടെ കണ്ടില്ല, അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വചനത്തെ ഉണ്ടാക്കിയതല്ല, അത് ഉള്ളതാണ്. എല്ലാം ഉളവായത് വചനമായ ദൈവത്താൽ, ഒന്നും അവനെ കൂടാതെ അല്ല ഉണ്ടായത്. കേട്ടുന്നുണ്ടോ? സമസ്തവും സകലതും എന്റെ തമ്പുരാനാൽ ഉളവായി. അതിന്റെ 12 മുതൽ 14 വരെ ഒന്ന് വാക്യം. 12 അതേ അധ്യായത്തിന് തന്നെ 12 മുതൽ 14 വരെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേട്ടോ? അപ്പൊ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? അവനെ കൈക്കൊള്ളുന്നവർ. സകലത്തിന്റെ ആധാരമായ യേശു കർത്താവിനെ കൈക്കൊള്ളുന്നവരെല്ലാവരും അവർ ദൈവമക്കളാണ്. അത് ഏതെങ്കിലും ഒരു സഭയുടെ ചട്ടക്കൂടി നിൽക്കുന്നവർ മാത്രമല്ല ദൈവമക്കള്. ഞങ്ങൾ കുറച്ചുപേര്, അന്നേരം ഓർക്കണം പിശാചിന്റെ കളിയാന്ന് ഓർത്തോളം. ഞങ്ങളിങ്ങനെ മേലോട്ട് പോകാതിരിക്കുന്നവരാ. നിന്റെ വസ്ത്രത്തിന്റെ കോഡോ നിന്റെ പ്രത്യേകമായ ജീവിത ശൈലി കൊണ്ടൊന്നും നീ മണ്ടക്കോട്ട് പോകത്തില്ല, കേട്ടോ? ദൈവമക്കളാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൈക്കൊള്ളുന്ന സകലരും ദൈവമക്കളാകുക. ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായല്ലോ. കേട്ടോ? രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. വചനമായ ദൈവ തമ്പുരാന്റെ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ പറ്റി പഠിക്കുകയാണ്. അവനുളവായത് ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല.
അവൻ ദൈവത്തിൽ നിന്ന് ഉളവായവനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ കുറിച്ച് പറയുന്നതാണ് ഗോസ്പൽ. യഹൂദന്റെ കഥ പഠിപ്പിക്കുന്നതല്ല, യഹൂദന്റെ തിയറി പഠിപ്പിക്കുന്നതല്ല. നീ പഠിച്ചോ, മനസ്സിലാക്കിക്കോ, വായിച്ചോ, പക്ഷേ ജനത്തോട് പ്രസംഗിക്കേണ്ട വിഷയം, പഠിപ്പിക്കേണ്ട വിഷയം, പറഞ്ഞു കൊടുക്കേണ്ട വിഷയം അതല്ല. പറഞ്ഞു കൊടുക്കേണ്ട വിഷയം വചനമായ ദൈവത്തെക്കുറിച്ചാണ്. സകലതും അവൻ മുഖാന്തരമാണ് ഉളവായത്, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി നമുക്ക് സമനായി ഈ ഭൂമിയിൽ പിറന്നു വീണു. പക്ഷേ അതൊരു പുരുഷന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല. ജഡരക്തങ്ങൾക്ക് അവന്റെ മേൽ സ്വാധീനമില്ല. അവൻ സ്വർഗീയനത്രേ. രാമ്യം പറഞ്ഞാട്ട് ആ യേശുവിനെ കുറിച്ചും യേശുവിന്റെ കാൽവരി കൊലക്കളത്തിലെ പൂർത്തീകരണ ശുശ്രൂഷയെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നത് അത്രേ യഥാർത്ഥ സുവിശേഷം. ഹല്ലേലൂയ. നരകത്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ ചുറ്റളവ്, അതിന്റെ തൂണ്, അതിന്റെ ആഴത്തിലുള്ള പഠനമൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് പറയുന്നതല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയുമായി റിലേറ്റഡ് ആണ്. ശ്രദ്ധിച്ച് കേട്ടോണേ, സുവിശേഷം ഒരു വ്യക്തിയുമായി റിലേറ്റഡ് ആണ്. ആരുമായി റിലേറ്റഡ് ആണ്? യേശു ക്രിസ്തുവുമായി റിലേറ്റഡ് ആണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി. എന്തിനുളവായി? എന്തിനുണ്ടാക്കി? ഉൽപ്പത്തി പുസ്തകം 1:24 നമ്മൾ വായിക്കുന്നതാണ്, സകലത്തെ വാഴുവാൻ ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ച ആ വാഴ്ച മനുഷ്യനിൽ നിന്ന് മാറിയപ്പോൾ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ പേഴ്സണൽ ബന്ധം മനുഷ്യൻ ഇല്ലാതായി മാറിയപ്പോൾ കൊലോസ്യൻസ് 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് വായിച്ചാണ്. കൊലോസ്യൻസ് 1:15-16 വാക്യങ്ങൾ. അവൻ അദർശനായ ദൈവത്തിന്റെ, അപ്പോസ്തലനായ പൗലോസിന്റെ വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചോടെ, അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. വായിച്ചു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും സകലതും എന്താ? ക്രിയേറ്റഡ് ബൈ ഹിം. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? വചനമായ എന്റെ തമ്പുരാൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഒരാമീൻ പറഞ്ഞാട്ട് ആരാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവ് ലഭിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ഫോർ ഹിം, അല്ലേ? അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിയുടെ പിന്നിലെ ലക്ഷ്യം മനസ്സിലായോ? അതാണ് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? സൃഷ്ടി നടത്തുന്നു, അല്ലേ? ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കർത്താവിനെ ശക്തി സ്തുതിച്ചാണ്. ഈ ഭൂമിയിലുള്ള ഒന്നും തന്നെ സ്വയംഭൂവായതല്ല. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇത് യുക്തിക്ക് പിടികിട്ടുന്നൊരു സാധനമല്ല. ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം കേട്ടു, ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടു. അറിയപ്പെട്ടിരുന്ന ഒരു സിസ്റ്റർ, അവര് ചെയ്ത സേവനങ്ങൾ ലോകമെമ്പാടും മാനിച്ചിട്ടുള്ള, ഏത് സഭയും ഏത് കമ്മ്യൂണിറ്റിയും ഏത് കൂട്ടവും മാനിക്കുന്ന, ഞാൻ വളരെ ഹൃദയം കൊണ്ട് എനിക്ക് വളരെ സമ്മതയായ ഒരു വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസയ്ക്ക് ഇന്ന അസുഖത്താൽ മദർ തെരേസ ഭാരപ്പെട്ടു എന്നൊരു വിഷയം അന്ന് അവർക്ക് ശാസ്ത്രമാണ് തണലേകിയത്, അല്ലാതെ ദൈവമല്ലെന്നൊക്കെ പറഞ്ഞ് യുക്തിവാദികൾ ഒരു പ്രസംഗം കേട്ടു. ഹല്ലേലൂയ. അതിന് മദർ തെരേസയുടെ ജീവിതം പഠിച്ചവർക്കറിയാം, ആ പ്രസംഗത്തെ ഒരു മണ്ടൻ യുക്തി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. യുക്തിവാദം പറയാൻ പറ്റത്തില്ല. ശരിയാവണ്ണം അവരെ പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്.
ഏതൊരു ഭക്തന്റെയും ജീവിതം എടുത്തു നോക്കിക്കും. അത് പെന്തക്കോസ്ത് സമൂഹം ആയിക്കോട്ടെ, മറ്റ് പാരമ്പര്യ ക്രൈസ്തവ സമൂഹങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഭാഷയിൽ മദർ തെരേസ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠയായ ഒരുപാട് സേവനങ്ങൾ ഈ ഭാരത മണ്ണിൽ കാഴ്ചവെച്ച ഹല്ലേലൂയ സിസ്റ്റർ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ചെയ്തെടുത്ത ശുശ്രൂഷകളെ ഒന്നും തുച്ഛമായി കണക്കാക്കാൻ ഒന്നിനും ഒരു സംവിധാനത്തിനും കഴിയത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ സമൂഹവുമായിട്ട് കണക്റ്റഡ് അല്ല, പക്ഷേ എനിക്ക് വ്യക്തിപരമായി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം സകലത്തിൻ്റെയും സൃഷ്ടികർമ്മം നടത്തിയത് യേശു തമ്പുരാൻ. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? അവനായിട്ട് സൃഷ്ടിച്ചു. ആ വാക്യം പൂർണ്ണമായോ? അപ്പൊ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട് കേട്ടോ. അത് ഈ ഹോളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ. ഈ മാനവരാശി, ഈ ലോകത്തിലുള്ള സകലതിനെയും അവൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ സുവിശേഷത്തിന്റെ കണ്ടന്റാ. കുഞ്ഞെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താന്ന് നീ അറിയുക. ഹല്ലേലൂയ, സ്തോത്രം. റോമൻസ് 1 അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കാം. റോമൻസ് 1-ന്റെ 16-17 വാക്യങ്ങൾ വായിച്ചാൽ. റോമൻസ് 1-ന്റെ 16-17 വാക്യങ്ങൾ വേഗം വായിച്ചാൽ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല കേട്ടോ. ഈ സുവിശേഷം പറയാൻ ഭയങ്കര പണിയാ. പണ്ട് അറിയപ്പെടുന്ന ഒരു സഭയുടെ പരമാധ്യക്ഷന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അപ്പൊ പാസ്റ്റർ ഇതൊക്കെ കേൾക്കും, ഞാൻ ഇതെല്ലാം കേൾക്കും. ഞാൻ വിവിധ സഭാ നേതൃത്വങ്ങളിലെ ദൈവദാസന്മാരുടെ വിവിധ ശുശ്രൂഷ ഇരിക്കുന്നവരുടെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകപ്രകാരമുള്ള അത് കാണുന്ന സമയത്ത് കേൾക്കരുത്. അതൊക്കെ കേൾക്കുകയും പഠിക്കുകയും അവർ പറയുന്നതിന്റെ ശരി തെറ്റുകളെ ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞൊരു വാക്ക് ഇപ്രകാരമാണ്: ഞാൻ കാറയിൽ ഇന്നടത്തോട്ട് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു 4 സുന്ദര കുട്ടപ്പന്മാര്. അദ്ദേഹത്തിന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയോ എന്ന് ചോദിക്കുക. എന്റെ വാക്കല്ല, അദ്ദേഹത്തിന്റെ വാക്ക്. 4 സുന്ദര കുട്ടം, നല്ല ടിപ് ടോപ്പായിട്ട് നല്ല വസ്ത്രധാരണം ചെയ്ത, നല്ല കണ്ടറിയാൻ നല്ല പഠിത്തമുള്ള 4 പിള്ളേരാണ്. അവന്മാരുടെ കയ്യിലെല്ലാം ഓരോ പ്ലക്കാർഡ്സ്. അതിലെല്ലാം എഴുതിയേക്ക് ജീസസ് ഈസ് അലൈവ്, ജീസസ് ഈസ് കമ്മിങ് സൂൺ, ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. യേശു കർത്താവ് വേഗം വരുന്നു. നിന്റെ പാപത്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. പ്ലക്കാർഡ്സും പിടിച്ചിങ്ങനെ നിൽക്കുക. അവരെവിടെ എല്ലാവരും പോകുന്നവരും വരുന്നവരെല്ലാം നിർത്തി നോക്കുക. അതിലോട്ട് നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാർ അവിടെ നടന്ന് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്: നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ സഭയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണോ ചെയ്തതെന്ന്? ആരും മിണ്ടുന്നില്ല. അതാരാന്ന് നിങ്ങൾക്കറിയാം, ഏത് സമൂഹത്തിലുള്ളവരാണെന്നറിയാം. അതുകൊണ്ട് അടന്ന് ആക്ഷേപിക്കാതെ, കടന്നാക്രമണം നടത്താതെ, അവരെ പോലെ നിങ്ങൾക്കും ഈ ദൈവനാമം പറയുവാൻ ലജ്ജയില്ലാത്തവരാ നിങ്ങൾ മാറട്ടെ. അവർക്ക് ലജ്ജയില്ല, കാരണം അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് അങ്ങനെ. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ഇന്ത്യ രാജ്യത്തോട്ട് പോവുക, പഠിക്കുക, ഇന്ന പരീക്ഷ എഴുതുക, നേരെ ഇന്ത്യ രാജ്യത്തോട്ട് പോവുക, അവിടെ കടന്ന് കാണിക്കാമെന്നൊക്കെ കാണിക്കുക, ഇഷ്ടംപോലെ കാശുണ്ടാക്കുക. അതൊക്കെ നല്ല കാര്യം. കാശുണ്ടാക്കണം, സമ്പാദിക്കണം. നിങ്ങൾ ദരിദ്രരായി മാറാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടോ? നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന ഭവനത്തിൽ നിങ്ങളൊരു സാക്ഷിയായി മാറുന്നുണ്ടോ? ഭയങ്കര പ്രസക്തമായൊരു പ്രസംഗമായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സഭാ മേലധ്യക്ഷൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുന്ന ഉചിതമല്ല, കാരണം ഇത് ഓൺലൈൻ റെക്കോർഡിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നത് ഉചിതമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലാസ്റ്റ് മിനിറ്റ്സ് ബ്രൈറ്റ് ചർച്ചിലുള്ള എല്ലാ അംഗങ്ങളോടും പ്രത്യേകം പറയുന്നതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ മൂവ്മെന്റിന്റെ വിവിധ സഭാ നേതൃത്വങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുള്ള വാക്കാണ്: നമ്മൾ ഒരു സംവിധാനത്തെ വിമർശിക്കുന്നവരായി മാറും.
ആ സഭയിലെ ഇന്നാർ ഇന്ന ചെയ്തു, ഈ സഭയിൽ ഇന്നാർ. നിങ്ങൾ പറയരുത്, ലോകം പറഞ്ഞോട്ടെന്നേ, നിങ്ങൾ പറയരുത്. അത് ശരിയാ പാസ്റ്ററെ, അത് അങ്ങനെയുള്ളത് ആയിക്കോട്ടെ, നിങ്ങൾ പറയാൻ നിൽക്കരുത്. നിങ്ങളെ അതിന് ദൈവം ആക്കിയിട്ടില്ല. നമ്മൾ ശരിയായിരിക്കുക, നമ്മുടെ ശരി കണ്ട് ജനം വിടുതൽ പ്രാപിക്കട്ടെ. മറ്റുള്ളവരെ തെറ്റ് പൊക്കിയെടുക്കാൻ വേറെ ആൾക്കാരുണ്ട്, അവർ പൊക്കിക്കൂടും. നമ്മളതൊന്നും പറയണ്ട. നമ്മളെ ദൈവം അതിനല്ല വിളിച്ചേക്കുന്നത്. ആരും വിമർശിക്കരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്. ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, ഏതാ ആ തരത്തിൽ ആ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നവരെ കുറിച്ച് പറയുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. സഭാ നേതൃത്വത്തിലുള്ളവരെ പറ്റി എന്ത് ചെയ്യരുത്, ഓരോന്നിനെയും ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ സംവിധാനങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുക. അതല്ലാണ്ട് അവർ തട്ടിക്കൂട്ടി ഇവർ ഞാനങ്ങനെ പറയത്തില്ല. ഹല്ലേലൂയ. ഓരോന്നിനും ഓരോ പദ്ധതികളുണ്ട്. അവരവരുടെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കട്ടെന്നേ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയിൽ കണ്ട് ലോകം നിങ്ങളിലേക്ക് വന്ന് ചേരട്ടെ. ഒരാമ്യം പറഞ്ഞാട്ട്. അപ്പം സകലതും അവൻ മുഖാന്തരം ഉളവായത്, ഒന്നും അവനെ കൂടാതെ അല്ല ഉളവായത്. റോമൻസ് 1:16-17 ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചാട്ടെ. അപ്പോസ്തലൻ പൗലോസ് പറയും, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. അത് മുമ്പേ പറഞ്ഞ വിഷയം. ആ 4 ചെറുപ്പക്കാർ, ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഒരു ചമ്മലും കൂടാതെ വിളിച്ചു പറയുവാൻ പ്ലക്കാർഡ്സും പിടിച്ച് റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ അവർ കയ്യെ നാട്ടിലിറങ്ങിയ കാണക്കേടേ, ഞങ്ങൾക്ക് ജീവൻ തന്നിരിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. ഒരാമയും പറഞ്ഞാണ്. ഹല്ലേലൂയ. അതിന്റെ മേളത്തെ ഭാഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ? സുവിശേഷം പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. പൗലോസിന്റെ ശുശ്രൂഷകളുടെ കണ്ടന്റ് എല്ലാം നോക്കിക്കോ. പൗലോസ് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ജനത്തിന് നൽകിയവനാണ്. ചിലതിനെ അങ്ങോട്ട് മറച്ചു വെച്ച്, കുറച്ചോരതിനെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ച്, ചിലതിനെ അങ്ങനെയുള്ള പരിപാടിയൊന്നും. പറയേണ്ടത് കൃത്യമാണ്. അത് തല പോകേണ്ട കേസ് കെട്ടാണേല് ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് മാറത്തില്ലെന്ന് മനസ്സിലാക്കിയൊരു കർത്താവിനെ ശക്തിയോടെ ശ്രദ്ധിച്ചാണ്. 16-17 വാക്യം വായിച്ചു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഓക്കെ. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം അതിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിച്ചാൽ. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും ഞാൻ പറഞ്ഞ ഗോസ്പൽ നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യർത്ഥമല്ലെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, കേട്ടോ, എന്റെ സുവിശേഷം ഇതാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഒടുവിൽ അകാലപ്രതിയായി എനിക്കും എന്ത് ചെയ്തു? തമ്പുരാൻ പ്രത്യക്ഷനായി. ഈ അടുത്ത സമയത്ത് ഒരു സമയത്ത് പൗരോഹിത്യ ശുശ്രൂഷ ഇരുന്നിട്ട് പിന്നീട് വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയൊരു പരിപാടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ ആ മതത്തിലെ വിശ്വാസ സമൂഹങ്ങളും അതിൻ്റെ ചില സംഘടിത രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അവരുടെ ചാനലുകളൊക്കെ ഇദ്ദേഹത്തെ പൊക്കി വലിയ സംഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാനൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞാട്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി ദൈവവചനത്തെ വിശുദ്ധ ബൈബിളിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തെ ആ സഭാ സംവിധാനം അദ്ദേഹത്തെ വിലക്ക് കൽപ്പിച്ചു.
അദ്ദേഹത്തെ ആ ശുശ്രൂഷയിൽ നിന്ന് എടുത്തു മാറ്റി, അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തെ എടുത്തു മാറ്റി. ഹല്ലേലൂയ. ഈ ഏറ്റവും അടുത്ത ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ വന്നു, അതുകൂടി അന്ന് എടുത്തുയർത്തിയ ആ സംഭവങ്ങൾ അദ്ദേഹം തള്ളി പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ പറയുന്ന യേശു, ഈ പറയുന്ന ഞാൻ മുമ്പ് പോയ ഇന്നയിടത്തൊക്കെ പോയ ആ സംഭവങ്ങളൊന്നും റിയൽ അല്ലല്ലോ, ഇതെല്ലാം ഓരോ മിത്തുകളാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്കിൽ പിന്നെ ഇതെന്തിനാ ഇട്ടേക്കുന്നത്? വളരെ വിചിത്രമായ ഒരു അവതരണം. ഹല്ലേലൂയ. ലോക ചരിത്രത്തെ രണ്ടാക്കി മാറ്റിയ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ രണ്ടാക്കി മാറ്റുന്ന വചനമായ എന്റെ തമ്പുരാനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവ് നിങ്ങൾക്കും എനിക്കും ലഭിച്ചത് എഴുതി വെച്ച സ്ക്രിപ്ചർ പഠിച്ച പ്രകാരമല്ല, അനുഭവങ്ങളിലൂടെ പഠിച്ചത്. അവനെ ഞങ്ങൾ കണ്ടതാണ്. ആ വ്യക്തിയോട് നമുക്ക് ഒന്നേ പറയാനുള്ള, അല്ലെ അങ്ങനെ ചിന്തിക്കുന്ന യുക്തിയുടെയും ബുദ്ധിയുടെയും നിലപാടനുസരിച്ച് കാര്യങ്ങളെ വിചിന്തനം ചെയ്തവരോട് പറയാനുള്ളത്, ഞങ്ങൾ കണ്ട, ഞങ്ങൾ തൊട്ട, ഞങ്ങളെ തൊട്ട ഞങ്ങളെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ശക്തി സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അനുഭവമാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പാണ്, വ്യക്തിപരമായ ഞങ്ങളുടെ ബന്ധമാണ് അത് വെളിപ്പെടുത്തുന്നത്. വായിച്ചാട്ടെ. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജയായ കേട്ടോ. റോമൻ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ പൗലോസിന്റെ ശുശ്രൂഷനും പൗലോസ് എന്ന വ്യക്തിയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നു, അപ്പോസ്തലന്മാരെ പറ്റി പഠിക്കാൻ കഴിയുന്നു. ലോകത്തിന്റെ ഹല്ലേലൂയ ചെറിയൊരു ദേശത്ത് നിന്ന് ഈ ആശയം, ഈ ചിന്ത ലോകത്തിന്റെ എല്ലാ വൻകരകളിലും എത്തിയത്. ഹല്ലേലൂയ. ഈ വിശുദ്ധ വചനത്തിന്റെ തിരുവെഴുത്തുകൾ അത് വാസ്തവമാണെന്ന് തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പല മാറാ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബാധിച്ചവർ സൗഖ്യത്തോടെ ഇവിടെ ഇരിക്കുന്നത് എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാന്നുള്ള ഹല്ലേലൂയ തെളിവായിട്ടാണ്, സാക്ഷ്യമായിട്ടാണ്. സ്തോത്രം. ചേർന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാണ്. ആ കർത്താവ് നീ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ മതിയായവനത്ര. ഗലാത്യൻസ് 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഗലാത്യൻസ് 1:11-12 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. കേട്ടോ, പൗലോസിന്റെ വാക്കുകളുണ്ട്, മാനുഷികമല്ല എന്ന്. നിങ്ങൾ ആരണ്ടൊക്കെ എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്ടറിന് എന്റെ മേൽ പഠിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ടതല്ല, എവിടുന്നോ എന്തോ പഠിച്ച് ഞാൻ ഇറങ്ങിയതല്ല. ഹല്ലേലൂയ. മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജുഡായിസത്തിന്റെ കഥയിൽ നിറഞ്ഞു നിൽക്കാൻ കൊതിച്ചവർക്ക് താക്കീത് കൊടുത്തുകൊണ്ട് പൗലോസ് യേശുക്രിസ്തുവിലേക്ക് നിറയുവാൻ വിരൽ ചൂണ്ടിയത്. എഴുതി വെച്ച ഡോക്ടറിന് പഠിക്കുമായിരുന്നെങ്കിൽ മുഴുവൻ യൂത കഥ തന്നെ പറഞ്ഞേനെ, അല്ലേ? ഹല്ലേലൂയ. ഏലിയാവും എലീശയും ദാവീദും മൊർദെഖായിയും ഒക്കെ വിട്ടുള്ള കളിയുണ്ടോ? ഇല്ല. പൗലോസിന് പറയാൻ ആവുന്നില്ല. പൗലോസ് പറയാൻ ഒറ്റ വിഷയമുള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെ ഞാൻ വരച്ച് കാണിച്ചിരിക്കുക. ദൈവത്തിന്റെ പ്രതിരൂപമായ, ഹല്ലേലൂയ, ആദർശരൂപിയായ അരൂപിയായ ദൈവത്തിന്റെ രൂപമായ യേശു കർത്താവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. ഹല്ലേലൂയ. മറ്റൊന്നും അറിയാത്തവനാ നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, കാരണം ഈ മറ്റൊന്നും അറിയാത്തവനെ ഈ ലോകപ്രകാരമുള്ള തിയറികൾ, ആ തിയറി പഠിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന സുവിശേഷം, ഹല്ലേലൂയ, അത് മാനുഷികമല്ല, യേശു കർത്താവ് എന്ന വെളിപ്പാടിലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കിയ ഒരു കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാണ്. 12 വാക്യമായോ? ഓക്കെ. 1 കൊരിന്ത്യൻസ് 12:3 നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയില്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആ പ്രാരംഭമായി പറഞ്ഞൊരു വിഷയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് മിസ്റ്റിക്കൽ ഗോസ്പലാണ്, നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ്.
ആ സുവിശേഷം വായിക്കുമ്പോൾ പല പരാമർശങ്ങൾ എന്താണെന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ പിതാവിലാണ്, പിതാവ് എൻ്റെ അകത്തിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എൻ്റെ അകത്തുമാണ്. നിങ്ങൾ എൻ്റെ അകത്താകേണ്ടതിന്, നിങ്ങളുടെ അകത്ത് ഞാൻ എത്തേണ്ടതിന് ഞാനിതാ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ എത്തിക്കുന്നവൻ, കണക്ട് ചെയ്യിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയാവോ? തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കേണ്ടത്. അപ്പൊ ഞാൻ എവിടെ ഇരിക്കുക? പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ സാത്താൻ തൊടാതെ, സാറ്റൻ ടച്ച് ചെയ്യാതിരിക്കാൻ, സാറ്റന്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങാതിരിക്കേണ്ടത്, നിങ്ങൾ കൂടെ സഹായിയായി നിങ്ങൾ കൂടെ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവെന്ന ദൈവം. ഹല്ലേലൂയ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവെന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തൃത്വത്തിലെ ഏകത്വമാണ് ഹല്ലേലൂയ സകല സൃഷ്ടിയുടെയും ആധാരം, സകല സൃഷ്ടിക്കും അടിസ്ഥാനം. പിതാവും പുത്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എന്റെ ബേസ് എന്താണ്? പരിശുദ്ധാത്മാവ്. നമ്മളും യേശു കർത്താവിനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കണക്റ്റിംഗ് ആണ്. കണക്റ്റിംഗ്, നമ്മൾ ഇംഗ്ലീഷ് സ്ട്രക്ചർ വേർഡ് എഴുതുമ്പോൾ കണക്റ്റിംഗ് വേർഡ് എന്നൊരു സംഭവം പഠിക്കാറുണ്ട്. പ്രപ്പോസിഷൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കുന്ന വ്യക്തിത്വം, ആളത്വം, ദൈവം ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയത്തില്ല കേട്ടോ. യേശു കർത്താവ് ഒരു പ്രോഫറ്റ് ആയിരുന്നു. യേശു എന്ന് പറയുന്നൊരു പ്രോഫറ്റ് ആയിരുന്നു. അത് മോശയെ പോലെയായിരുന്നു, ഏലിയാവിനെ പോലെയായിരുന്നു എന്നൊക്കെയുള്ള പഠിക്കലും മാനുഷികമാണ്. മാനുഷികമായ പഠിക്കലും പഠിപ്പിക്കലുമാണ്. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കുന്നവർക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്കും പ്രസംഗിക്കാൻ ഒരു വിഷയം കാണത്തുള്ളൂ, യൂതന്റെ കഥ. യഹൂദന്റെ കഥയെ പ്രസംഗിക്കാൻ കാണത്തുള്ളൂ. പക്ഷെ എനിക്ക് പറയാൻ കൊള്ളാവുന്ന ഒറ്റ കാര്യം, അത് യേശുവിന്റെ നാമം. ഒരു വിഷയം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ. പഴയ നിയമം നിങ്ങളെടുത്തു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ള, സഭയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. പഴയ നിയമത്തിൽ നോക്കിക്കൂ, മുഴുവൻ രാജ്യങ്ങളും വ്യക്തികളുള്ള ശത്രുത്വവും അവരുള്ള യുദ്ധങ്ങളുമാണ്. യുദ്ധത്തിൽ ജയാളികളാകുന്ന യഹൂദന്റെ കഥ, തോറ്റുപോകുന്ന യഹൂദന്റെ കഥ, അടിമകളായി പിടിക്കപ്പെടുന്ന യഹൂദന്റെ കഥ, അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു പിന്നെയും അടുത്ത സ്ഥലത്തേക്ക് അവരുടെ ടെറിട്ടറി, അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന കഥ. ഇതല്ല പുതിയ നിയമം. പുതിയ നിയമത്തിൽ വ്യക്തികളുടെ ശത്രുത്വമില്ല. ഈ പഴയ നിയമത്തിന്റെ തിയറി പഠിപ്പിക്കുമ്പോഴാണ് ദാവീദ് അവന്റെ തല വെട്ടിയെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് കരങ്ങളടിച്ച് തുള്ളിച്ചാടുക. എന്താ? ഇതുപോലെ ഞാനും ഇന്നാരുടെയൊക്കെ തല വെട്ടിയെടുക്കുമെന്ന് ഹൃദയത്തിൽ വന്നു. പക്ഷെ പുതിയ നിയമത്തിൽ പറയുക, നിന്നെ ഇവിടെ അടിച്ച മാറുകാരണം കാണിച്ചു കൊടുക്കാൻ. യേശുവിന്റെ തത്വവും പഴയ തത്വം തമ്മിൽ ആനയാടും വ്യത്യാസം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജാതികൾക്കും ഉണ്ടായ മഹാസന്തോഷം. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി, തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രേരണയാൽ പത്രോസ് പോയി വചനം പറഞ്ഞു അല്ലേ? പത്രോസ് വചനം പറഞ്ഞു കേട്ടിരുന്നവർ ആത്മാവിൽ നിറഞ്ഞു. പത്രോസിന് കൂടെയുള്ളവരും ആശ്ചര്യപ്പെട്ടു. ജാതികളുടെ മേൽ ആത്മാവ്. പൗലോസിന്റെ ശുശ്രൂഷ നോക്കിയ പൗലോസ് പറയാം, ഞാൻ ജാതികളുടെ അപ്പോസ്തലൻ. ആ ശുശ്രൂഷ വ്യത്യാസം നോക്കിയോ? പോൾസ് ഡോക്ട്രിൻ, പോൾസിന്റെ തത്വങ്ങൾ, പോളിന്റെ പഠനം. പോളെന്ന് അപ്പോസ്തലനെ കുറിച്ചുള്ള പഠനം തന്നെ നോക്കിക്കോ. അപ്പോസ്തലനായ പൗലോസ് പറയാം, ഞാൻ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന അതിനാ. എനിക്ക് പറയാനുള്ളത് യഹൂദന്റെ കഥയല്ല. യഹൂദന്മാരാൽ എനിക്ക് പീഡനങ്ങൾ ഉണ്ടാകുന്നു, യഹൂദന്മാരാൽ എനിക്ക് വളരെ കഷ്ടങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവർ ഇതുവരെ ചിന്തിച്ച ചിന്തകളെ തകിടം മറിക്കുന്നതാണ് എന്റെ യേശുവിന്റെ ഡോക്ടറിൻ, എന്റെ യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഇന്ന് ആ പൂർത്തീകരണ ശുശ്രൂഷ ശക്തി നിങ്ങളുടെ മേൽ അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗബന്ധനങ്ങളെ അടിക്കുന്ന, ദുഷ്ടാത്മ ശക്തികളെ ജയിക്കുന്ന സാത്താനിക അധികാരങ്ങളുടെ മേൽ അതിന് ദൈവനാമത്തിൽ ജയമെടുക്കുന്ന ഒരു കൂട്ടമായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയപിതാവേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ജനത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ വിടുതലുകൾ ഉണ്ടാകും. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. എനിക്ക് വേണ്ടിയാണല്ലോ എൻ്റെ അപ്പ ക്രൂശിൽ യാഗമായി തീർന്നത്.
സകലത്തെയും ഉണ്ടാക്കിയവൻ, സകലത്തിനും ആധാരമായവൻ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി കാൽവരി കൊലക്കളത്തിൽ പരമയാഗമായി മാറി. ആ തിരിച്ചറിവിൽ ഈ ജനം നിറയട്ടെ. കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തുതി. കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തുതി. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, യേശു എന്നത് ചരിത്രത്തിലെ ഒരു വ്യക്തിയായിട്ടോ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മഹാനായിട്ടോ അല്ല, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന വചനമെന്ന ദൈവമാണ്. വചനമെന്ന ദൈവം ആരംഭം മുതലേ ഉള്ളവൻ. അവനിൽ സകലതും ഉളവാകുന്നു, അവനിൽ സകലതും സമാപിക്കുന്നു. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള പരിജ്ഞാനം ഈ ശുശ്രൂഷ മുഖാന്തരം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ.